Good morning, children. How are you? Today we shall start our English class. Today we learn about vowel A. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. Already we have studied which are the vowels and which are the consonants of English alphabets. അല്ലേ? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സ്വരാക്ഷരങ്ങൾ ഏതാണ്, വ്യഞ്ജനാക്ഷരങ്ങൾ ഏതാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശാലമായിട്ട് പഠിച്ചു. ഓക്കെ, റിമെമ്പർ ദാറ്റ്? ഓക്കെ, ഒന്നുകൂടി നോക്കാം. ദെൻ ഇതെന്താണ്? അതാണ് വവൽസ്. വവൽസ്, വവൽസ് ഇൻ ഇംഗ്ലീഷ്. വിച്ച് ആർ ദേ? എ, ഇ, ഐ, O, U. These are called vowels. A, E, I, R, U called vowels. Except these letters called consonants. ഈ എ, ഇ, ഐ, ഒ, യു എന്നീ ലെറ്റേഴ്സിന് ശേഷമുള്ള ബാക്കിയെല്ലാം ലെറ്റേഴ്സ് ഒഴികെയുള്ള ലെറ്റേഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? കൺസൊണൻസ്. അല്ലേ? ദീസ് ലെറ്റേഴ്സ്, ഈ ലെറ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് കൺസൊണൻസ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓർമ്മയുണ്ടല്ലോ? അതിൽ വവൽ എ ആണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. വിച്ച് ലെറ്റർ? വവൽ എ. വവൽസിൽ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? വവൽസിൽ ഫസ്റ്റ് ലെറ്റർ എ അല്ലേ വരുന്നത്? ഈ എ എന്നുള്ള ലെറ്റർ ഉപയോഗിക്കുന്ന വിധമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. vowel A. Our lesson's name is vowel A. Okay. What is this? What picture is this? What is this? Apple. Le. Apple alle idu le. Does eating an apple every day really keep the doctors away എന്നാണ്. എന്നും ഒരു ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഡോക്ടർമാരെ എന്താ പറയുക, അവോയ്ഡ് ചെയ്യാം, ഡോക്ടർമാരെ അകറ്റി നിർത്തും. അതുകൊണ്ട് ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല, അസുഖം വരില്ല എന്നർത്ഥം. അത്രയും വിറ്റാമിൻസ് റിച്ച് ആയിട്ടുള്ള അല്ലേ, ഒരുവിധം എല്ലാ മിനറൽസും കാൽസ്യം, പൊട്ടാഷ്യം, ഫോസ്ഫറസ് തുടങ്ങിയ എല്ലാ വൈറ്റമിൻസും ആപ്പിളുണ്ട്. ഈ ആപ്പിളാണ് നമ്മൾ LKG-യിലൊക്കെ ആദ്യം തന്നെ A4 എന്ന് പറയുമ്പോൾ എന്താണ് പഠിക്കുക? ആപ്പിൾ. അല്ലേ? A4 ആപ്പിൾ എന്ന് നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെ ആദ്യം തന്നെ പറയാൻ കിട്ടുക ആപ്പിൾ തന്നെയാണല്ലേ. A4 ആപ്പിൾ ആണ്. നിങ്ങൾക്കിതിൽ ഒരു സൂചന തന്നിട്ട് A4 ആപ്പിൾ, എ എന്ന ലെറ്റർ വരുന്ന വീട്. പിന്നെ ഇതിൽ ഓർമ്മയുണ്ടോ പഠിച്ചത്? വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദിസ് എന്ന് ഓർമ്മയുണ്ടോ? ദിസ് ഈസ് ആൻറ്റ്. എന്താണ്? ആൻറ്റ്. അതും എന്താണ്? A4 ആൻറ്റ്. അല്ലേ? നെക്സ്റ്റ് പേജ് ഒരു പദം വരുന്നത് A4 ഏഞ്ചൽ എന്നാണ്. ഏഞ്ചലിൻ്റെ ചിത്രങ്ങളൊന്നുമില്ല. ഏഞ്ചൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് ദേവത എന്നൊക്കെ, ദേവത അല്ലെങ്കിൽ മാലാഖ എന്നൊക്കെയാണ് ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ അർത്ഥം. എന്ന് പറഞ്ഞാൽ നല്ല സൽസ്വഭാവമുള്ള, കരുണയുള്ള, സ്നേഹമുള്ള, ത്യാഗമനോഭാവമുള്ള ഒരു ഉദാഹരണത്തിനുള്ളൊരു വ്യക്തിയായിട്ടാണ് നമ്മൾ ഏഞ്ചൽ എന്ന് പറയുന്നത്. മാലാഖ എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള, സഹായിക്കുന്ന ഒരു എന്താണ്, ഒരു വിശ്വാസമാണ് അത്, ഏഞ്ചലുണ്ട് എന്നുള്ളത്. അപ്പോൾ ദേവത എന്നാണ് ഏഞ്ചൽ എന്ന് പറയുന്നത് അർത്ഥം. അപ്പോൾ A4 ഏതെല്ലാം വേർഡ് പഠിച്ചു? A4 ആപ്പിൾ, A4 ആൻറ്റ് ആൻഡ് A4 ഏഞ്ചൽ എന്ന് മുന്നേ പഠിച്ചു കഴിഞ്ഞതാണ്. ഇതിൽ ഉദാഹരണത്തിന് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം 3 വേർഡ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വരുന്നത് എ എന്ന ലെറ്ററാണ്. എ എന്ന വവൽ സൗണ്ടാണ് വരുന്നതാണ്. നോക്കുക, വവൽ എ എന്ന് പഠിക്കാനുള്ള നമുക്ക് വവൽ എ എന്നുള്ള ലെറ്ററാണ് പഠിക്കാനുള്ളത്. ആ ലെറ്റർ വരുന്ന വേർഡ്സാണ് പഠിക്കാനുള്ളത്. അതിൽ ആപ്പിൾ, APPLE ആപ്പിൾ, ANT ആൻറ്റ്, ANGEL ഏഞ്ചൽ, ഈ 3 വേർഡ്സ് എൻ്റെ ഞാൻ ബുക്കിൻ്റെ മീതെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ A4 ഇതിൽ വന്നേക്കുന്നതാണ്. ഫസ്റ്റിൽ ഏത് ലെറ്ററാണ് വന്നേക്കുന്നത്? എ അല്ലേ? എ എന്ന ലെറ്ററാണ് ഫസ്റ്റിൽ വന്നിരിക്കുന്നത്. എന്നാൽ ഇനി പറയുന്നതിലൊന്നും എ എന്നുള്ള ലെറ്റർ ആദ്യം വന്നോളണം എന്നില്ല എന്നാണ്.
എങ്കിലും എ എന്ന ലെറ്റർ വരുമ്പോൾ എന്ത് ശബ്ദമാണ് പ്രൊനൗൺസിയേഷൻ അല്ലെങ്കിൽ എന്ത് ഉച്ചാരണമാണ് ഉണ്ടാവുക എന്നാണ് നമുക്കിനി ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, what is this കാർ. മനസ്സിലാവുന്നുണ്ടോ? കാർ അല്ലേ? കണ്ടോ? വാട്ട് പിക്ചർ is this? കാർ അല്ലേ? കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർ ഒരു വെഹിക്കിളാണ്, റോഡിലൂടെ പോകുന്നതാണ്, 4 ചക്രമുള്ളതാണ് അല്ലേ? കാർ. കാറിൻ്റെ സ്പെല്ലിംഗ് എന്താണെന്നറിയാമോ? CAR, കാർ. ഇതിൽ നോക്കൂ, എ എന്ന ലെറ്റർ എവിടെയാണ് വന്നിരിക്കുന്നത്? എ എന്ന വവ്വൽസ് എവിടെയാണ് വന്നിരിക്കുന്നത്? സെൻറ്ററിലെ ഈ ലെറ്റർ വന്നിരിക്കുന്നത് CAR, കാർ. നേരത്തെ പറഞ്ഞതൊക്കെയോ എ എന്ന ലെറ്റർ ആദ്യ തുടക്കത്തിലാണ് അല്ലേ? അപ്പോൾ ശരിക്കും ഈ AEIOU എന്നുള്ളത് സ്വരാക്ഷരങ്ങളാണ്, സ്വരങ്ങൾ വരുന്ന ഉച്ചാരണം. വലിയ ക്ലാസ്സിൽ നന്നായി പഠിക്കൂട്ടത്. ഉച്ചാരണം അനുസരിച്ച് ഒരു മാറ്റം വരുന്നുണ്ട്. ഇനി ഇംഗ്ലീഷ് തുടർന്ന് വരുമ്പോൾ ഗ്രാമറിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ പഠിച്ച വാക്കുകളെല്ലാം A4 തുടങ്ങുന്നതാണ്, എ എന്ന ലെറ്ററിൽ തുടങ്ങുന്നതാണ്. ഇതാണെങ്കിൽ എ എവിടെയാണ് വന്നിരിക്കുന്നത്? സെൻറ്ററിലാണ്, CAR, കാർ. അപ്പോൾ എന്ന ഉച്ചാരണമാണ് ഈ എ എന്ന ലെറ്റർ സെൻറ്ററിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് അല്ലേ? നേരത്തെ ആണെങ്കിൽ ആപ്പിൾ അല്ലേ? ഏഞ്ചൽ. പ്രൊനൗൺസിയേഷനത്തിൽ വ്യത്യാസമുണ്ട്. ഇതാണെങ്കിൽ കാർ അല്ലേ? കാർ. വാട്ട് ഈസ് ദിസ്? വാട്ട് പിക്ചർ ഈസ് ദിസ്? മനസ്സിലാവുന്നുണ്ടോ? എന്താണ്? ബാറ്റ്. ബാറ്റാണ് അല്ലേ? മനസ്സിലാവുന്നില്ലേ? എത്ര തരം ബാറ്റ് നിങ്ങൾക്ക് ഏതൊക്കെ ബാറ്റ് അറിയാം നിങ്ങൾക്ക്? ക്രിക്കറ്റ് ബാറ്റ് ഉണ്ട് അല്ലേ? പിന്നെയോ പലതരം ബാറ്റ് അറിയില്ലേ? കളിക്കാറില്ലേ നിങ്ങൾ? കളിക്കാറുണ്ടോ? കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? TV വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ടെന്നീസ് ഉണ്ട്, ബാഡ്മിൻ്റൺ ഉണ്ട് അല്ലേ? ഞങ്ങൾക്ക് വേറെ ക്രിക്കറ്റിൻ്റെ ബാറ്റല്ല, മറ്റു കളികൾക്ക് അല്ലേ? ഓരോന്നിനും ഓരോ തരം ബാറ്റുകളാണ്. ബാറ്റ് എന്ന് പറഞ്ഞാൽ വടി എന്നും അർത്ഥമുണ്ട്. ബാറ്റ് എന്ന് പറഞ്ഞ ഒരു ജീവിയും ഉണ്ട്. ഏതെന്നറിയാമോ? പറക്കുന്ന ഒരു ജീവിയാണ് ബാറ്റ് എന്ന് പറഞ്ഞാൽ വവ്വാൽ. ഇവിടെ നമുക്ക് സ്പെല്ലിങ് BAT. എന്താണ്? BAT, ബാറ്റ്. ബാറ്റ് നോക്കി എവിടെ വന്നിരിക്കുന്നത്? എ എന്ന ലെറ്റർ വന്നിരിക്കുന്നത് സെൻറ്ററിലാണ്. അപ്പോഴും നേരത്തെ കാർ എന്നാണ് ഉച്ചാരണം വന്നത്. എന്നാണ് ഇവിടെ ബാറ്റ്, എ എന്നുള്ള ഉച്ചാരണമാണ് വന്നിരിക്കുന്നത്, പ്രൊനൗൺസിയേഷനാണ് വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഓരോ ലെറ്റർ വരുമ്പോഴുമുള്ള വ്യത്യാസമാണ്. അപ്പോൾ BAT, ബാറ്റ്. ഇതെന്താണെന്നറിയാം? വാട്ട് ഈസ് ദിസ്? ക്യാപ്പ് അല്ലേ? ക്യാപ്പാണ് അല്ലേ? വെക്കാറുണ്ട് നിങ്ങൾ? വെക്കാറില്ലേ? തൊപ്പി വെക്കാറില്ലേ? ക്യാപ്പാണ്. ക്യാപ്പിൻ്റെ സ്പെല്ലിംഗ് ഒന്നും ക്യാപ്പിന് നമ്മൾ ചൂടിൽ നിന്ന് രക്ഷ നേടാനായിട്ട് അല്ലേ? ബോയ്സൊക്കെ പിന്നെ മുടിയൊക്കെ വെട്ടിയിട്ടുണ്ടെങ്കിൽ വെക്കാറുണ്ട് അല്ലേ? ക്യാപ്പ് തലയിൽ വയ്ക്കുന്ന ഒരു സാധനമാണ്. അതിന് സ്പെല്ലിംഗ് ആണ് CAP, ക്യാപ്പ്. എന്താണ്? CAP, ക്യാപ്പ്. കണ്ടോ? ഇല്ല, എവിടെ ലെറ്റർ വന്നിരിക്കും? എന്ന ലെറ്റർ വവൽ എവിടെ വന്നിരിക്കുന്നത്? എന്ന വവൽ ലെറ്റർ വന്നിരിക്കുന്നത് സെൻറ്ററിലാണ്. അപ്പോൾ ക്യാപ്പ്, എന്നുള്ള ഉച്ചാരണം അല്ലേ? ക്യാപ്പ്, CAP, ക്യാപ്പ്. ഓക്കെ. ഇനി ബാഗ്. നിങ്ങൾക്കറിയാലോ ബാഗ് അറിയില്ലേ നിങ്ങൾക്ക് അല്ലേ? ബാഗ് നിങ്ങൾക്ക് സ്കൂൾ ബാഗ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇത് ബാഗ്. ഇതെന്താണ്? ബാഗ് അല്ലേ? ബാഗ് എന്തിനുള്ളതാണ്? സ്കൂളിലേക്കാണെങ്കിൽ സ്കൂൾ ബാഗ് വേറെ ഉണ്ട്, വാനിറ്റി ബാഗ് വേറെ ഉണ്ട് അല്ലേ? പിന്നെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള വലുതാക്കാനും ചെറുതാക്കാനും പറ്റിയ ബാഗ് വേറെയുണ്ട് അല്ലേ? അപ്പോൾ ബാഗിൽ നിന്നുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉള്ളതാണല്ലേ? സൂക്ഷിക്കാനൊക്കെ ഉള്ളതാണ്. നിങ്ങളുടെ ബാഗ് നിങ്ങൾ ബുക്സ് ഇടുന്നു അല്ലേ? പെൻസിൽ ഇടുന്നു, റേസർ ഇടുന്നു എന്നൊക്കെ അല്ലേ? ഇനി ബാഗിൻ്റെ സ്പെല്ലിംഗ് എന്താണെന്ന് നോക്കാം നമുക്ക്. BAG, ബാഗ്. കണ്ടോ? ഇതൊരു ഏകദേശം അത് ഓറഞ്ചും ചുവപ്പും ആയതുകൊണ്ട് നിങ്ങൾക്ക് ലെറ്റർ വ്യത്യാസം ഉണ്ടാക്കും. ഈ സെൻറ്ററിൽ എഴുതി കണ്ടോ? എന്ന ലെറ്റർ വവൽ ലെറ്റർ സെൻറ്ററിലാണ് വന്നേക്കുന്നത്. BAG, ബാഗ്. അപ്പോഴും എന്നുള്ള ഉച്ചാരണമാണ് വരുന്നത്. BAG, ബാഗ് അല്ലേ? നമുക്കിനി ഒന്നിച്ചൊന്ന് നോക്കാം. ഈ പഠിച്ച വാക്കുകളൊക്കെ ഒന്നിച്ച് നോക്കാം. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. എ എന്ന വവൽ ലെറ്റർ സെൻറ്ററിൽ വരുന്ന വാക്കുകളാണിത്. ഇതൊക്കെയാണ് CAR, കാർ. BAT, ബാറ്റ്. CAP, ക്യാപ്പ്. BAG, ബാഗ്. ഓരോ ഉച്ചാരണം കണ്ടോ? ഇതിനും കാർ എന്നാണെങ്കിൽ എന്നാണ് പ്രൊനൗൺസിയേഷൻ. ബാറ്റ് എന്നാകുമ്പോൾ എന്നാണ് പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ ഉച്ചാരണം.
അപ്പം അങ്ങനെ ഈ ലെറ്റർ ഓരോ സ്ഥലത്തും വരുന്നതിനനുസരിച്ച് അതിൻ്റെ ശബ്ദത്തിന് വ്യത്യാസം വരുന്നുണ്ട്. എ എന്നത് സ്വരാക്ഷരമാണ്. ഇംഗ്ലീഷ് സ്വരാക്ഷരങ്ങളിലെ ഫസ്റ്റ് ലെറ്ററാണ്, വവ്വൽസിലെ ഫസ്റ്റ് ലെറ്ററാണ് എ. ആ എ പിന്നെ തുടക്കത്തിൽ വരുന്നതും പ്രാരംഭത്തിൽ വരുന്നതും ഫസ്റ്റ് ലെറ്ററായി വരുന്നതും സെൻറ്ററിൽ വരുന്നതുമായ വാക്കുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് കാർ, ബാറ്റ്, ക്യാപ്, ബാഗ്. മനസ്സിലായ? ഓക്കെ. ദെൻ ഇത് നമുക്ക് പഠിക്കാനുള്ള ഒരേപോലെ ഉച്ചാരണം വരുന്ന വാക്കുകൾ. അതിന് പറയുന്ന പേരാണ് റൈമിംഗ് വേർഡ്സ്. എന്താണ് റൈമിംഗ് വേർഡ്സ്? റൈമിംഗ് വേർഡ്സ് പറഞ്ഞാൽ എന്താണ്? ഒരേപോലെ ഉച്ചരിക്കുന്ന വാക്കുകളെ വിളിക്കുന്ന പേരാണെന്ത്? റൈമിംഗ് വേർഡ്സ്. ഒരേപോലെ അതിൻ്റെ ശബ്ദം കേട്ടാൽ നമുക്ക് ഒരേപോലെ തോന്നും. അതിന് വിളിക്കുന്ന പേരാണെന്ത്? റൈമിംഗ് വേർഡ്സ്. കുറച്ച് റൈമിംഗ് വേർഡ്സാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഉച്ചാരണത്തെ നമുക്ക് നോക്കാം. എ ടി എന്ന് വന്നാൽ, എ ടി എന്ന് ഉച്ചാരണം വന്നാൽ അറ്റ് എന്നുള്ള, എ ടി എന്ന് ഒറ്റയ്ക്കാണെങ്കിൽ എങ്ങനെയാണ്? അറ്റ് എന്നാണ് വായിക്കുക. അത് മറ്റ് ലെറ്ററിനോടൊപ്പം വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്ന് നമുക്ക് നോക്കാം. അതിനകത്ത് പഠിക്കാനുള്ളതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് ക്യാറ്റ് എന്നാണ്. ക്യാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാറ്റ് എന്ന് പറഞ്ഞാൽ പൂച്ച അല്ലേ? നെക്സ്റ്റ് ബാറ്റ്. ക്യാറ്റ് എന്ന് പറഞ്ഞാൽ പൂച്ച, സ്പെല്ലിംഗ് CAT, ക്യാറ്റ് പൂച്ച. BAT ബാറ്റ്. ബാറ്റ് നമുക്ക് പറഞ്ഞല്ലോ അല്ലേ? കളിക്കാനുള്ള വടിയെന്നർത്ഥമുണ്ട്, കളിക്കാനുള്ള ഉപകരണം എന്നർത്ഥമുണ്ട്, പിന്നെ ഒരു വവ്വാലെന്നർത്ഥമുണ്ട് അല്ലേ? ദെൻ RAT റാറ്റ്. റാറ്റ് എന്ന് പറഞ്ഞാൽ എലി അല്ലേ? MAT മാറ്റ്. മാറ്റ് എന്ന് പറഞ്ഞാൽ പായ എന്നർത്ഥം. അപ്പോൾ AT എന്നുള്ള പ്രൊനൗൺസിയേഷൻ വരുന്ന എ എന്ന വവ്വൽ ലെറ്റർ സെൻറ്ററിൽ വരുന്ന, അതിനോടൊപ്പം ടി എന്ന് ചേർത്താൽ അറ്റ് എന്ന ഉച്ചാരണം വരുന്ന വാക്കുകളാണ് റൈമിംഗ് വേർഡ്സ് നമ്മൾ പഠിച്ചത്. ഇതൊക്കെയാണ് ക്യാറ്റ്, ബാറ്റ്, റാറ്റ്, മാറ്റ്. കണ്ടോ? ക്യാറ്റ്, ബാറ്റ്, റാറ്റ്, മാറ്റ്. അപ്പോൾ അറ്റ് എന്നാണ് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ. ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഇതിനാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം. ക്യാറ്റ്, ബാറ്റ്, റാറ്റ്, മാറ്റ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് AN എന്ന ലെറ്റർ. AN എന്ന് ലാസ്റ്റ് വരും. സെൻറ്ററിൽ A എന്നും അതിനുശേഷം N എന്ന ലെറ്ററും വരുമ്പോൾ ആൻ എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. അപ്പോൾ ഓരോ ലെറ്ററിനോടൊപ്പം ചേരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്ന് നമുക്ക് നോക്കാം. AN ഓരോ ലെറ്ററിനൊപ്പം ചേരുകയാണ്. അപ്പോൾ MAN എന്നാണെങ്കിൽ എന്താ വായിക്കുക? മേൻ. MAN മേൻ. മേൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, പുരുഷൻ എന്നൊക്കെ അല്ലേ? പിന്നെ VAN വേൻ. വേൻ എന്ന് പറഞ്ഞാൽ ഒരു വെഹിക്കിളാണ് അല്ലേ? സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് VAN വാൻ. CAN ക്യാൻ. ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയുക എന്നർത്ഥം. RAN റാൻ. റാൻ എന്ന് പറഞ്ഞാൽ ഓടുക. അപ്പോൾ AN എന്ന ആ രണ്ട് അക്ഷരങ്ങൾ ഓരോ ലെറ്ററിനോടൊപ്പം മറ്റു ലെറ്ററോടൊപ്പം ചേരുമ്പോൾ എന്താണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ നമുക്ക് മനസ്സിലായി. ഏതൊക്കെയാണ് ലെറ്റർ? കണ്ടോ? മേൻ. MAN മേൻ. VAN വേൻ. CAN ക്യാൻ. RAN റാൻ. മനസ്സിലായോ? മാൻ, വാൻ, ക്യാൻ, റാൻ. അപ്പോൾ MVCR എന്നീ ലെറ്ററിനോടൊപ്പം AN എന്ന ലെറ്റർ ചേരുമ്പോൾ ഉണ്ടാവുന്ന പ്രൊനൗൺസിയേഷനാണ് നമ്മൾ പഠിച്ചത്. അത് AN എന്നുള്ള ഉച്ചാരണം വരുന്ന റൈമിംഗ് വേർഡ്സാണ്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് AP. ഒരു ലെറ്ററിനോടൊപ്പം AP എന്ന ലെറ്റർ ചേരുമ്പോൾ അപ്പോൾ എല്ലാത്തിൻ്റെ സെൻറ്ററിൽ വരുന്ന വേർഡ് ഏതാണ്? ഏത് വവ്വലാണ്? A എന്ന വവ്വൽ ലെറ്ററാണ് വരുന്നത്. അപ്പോൾ AP എന്ന ആപ്പ് എന്നുള്ള പ്രൊനൗൺസിയേഷനാണ് വരുന്നത്. ഏതൊക്കെ വേർഡ്സുകളാണ് നമുക്ക് നോക്കാം. ക്യാപ്പ്. CAP ക്യാപ്പ്. ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുല്ലോ. എന്താണ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ? തൊപ്പി, ഹാറ്റ് എന്നൊക്കെ അർത്ഥം അല്ലേ? ദെൻ MAP മാപ്പ്. മാപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? MAP മാപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂപടം അല്ലേ? നമ്മുടെ രാജ്യങ്ങളുടെയൊക്കെ ഓരോ സ്ഥലങ്ങളൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത് അല്ലേ? അതാണ് ഭൂപടം. MAP മാപ്പ്. ദെൻ TAP ടാപ്പ്. ടാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അർത്ഥം? പൈപ്പ് അല്ലേ? പൈപ്പ് തുറക്കുന്ന വെള്ളം എടുക്കുന്ന അതെ ടാപ്പ്.
ദെൻ LAP ലേപ്പ്. ലേപ്പ് എന്ന് പറഞ്ഞാൽ മടിത്തട്ട്, മടി എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? AP എന്ന ലെറ്ററാണ്. A എന്ന വവൽ ലെറ്ററിനോടൊപ്പം P ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രൊനൗൺസിയേഷൻ എന്താണ്? ആപ്പ്. CAP ക്യാപ്പ്, MAP മാപ്പ്, TAP ടാപ്പ് ആൻഡ് LAP ലാപ്പ്. അതാണ് നമ്മൾ ഒരു ലെറ്റർ C എന്നും M എന്നും T എന്നും L എന്ന ലെറ്ററിനോടൊപ്പം ചേർന്നപ്പോൾ ഇതൊക്കെയാണ് കിട്ടിയത് നമുക്ക്. ക്യാപ്പ്, മാപ്പ്, ടാപ്പ്, ലാപ്പ്. ഇങ്ങനെ ഒരു റൈമിംഗ് വേർഡ്സിൻ്റെ സെറ്റ്. ഏത് ലെറ്ററാണ് ചേർന്നത്? A എന്നും P എന്നുമുള്ള ലെറ്ററാണ് ചേർന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? AT എന്ന ലെറ്റർ ആവുമ്പോൾ എന്താണ് പ്രൊനൗൺസിയേഷൻ? ആറ്റ്. AN എന്ന ലെറ്റർ ചേരുമ്പോൾ ആൻ. AP ആപ്പ്. ഇത്രയും പദങ്ങൾ പഠിച്ചു. നമുക്ക് പഠിക്കാനുള്ളത് AD എന്നാണ്. അപ്പോൾ ആഡ്. A എന്ന വവൽ ലെറ്ററിനോടൊപ്പം D ചേരുമ്പോൾ ആഡ്. അപ്പോൾ ഓരോ ലെറ്ററിനോടൊപ്പം AD എന്ന ലെറ്റർ ചേരുമ്പോൾ ഏതൊക്കെ പദങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട്, വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? DAD എന്താണ്? ഡാഡ്. DAD ഡാഡ്. ഡാഡി എന്ന് വിളിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഡാഡി എന്ന് പറഞ്ഞാൽ എന്താ? ഡാഡി ഫാദർ എന്നുള്ളതിന്, അച്ഛൻ എന്നുള്ളതിന് വിളിക്കുന്നതാണ് ഡാഡ്. ഡാഡി എന്നുള്ളതിൻ്റെ ചുരുക്കമാണ് ഡാഡ്. DAD ഡാഡ്. MAD മാഡ്. മാഡ് പറയാൻ എന്താ അറിയാമോ? ഭ്രാന്ത് അല്ലെ? മാനസികമായിട്ട് അല്ല പാട്ടുകളൊക്കെ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ചില നമ്മുടെ എന്താ പറയുക അവയവങ്ങളുടെ തകരാറ് മൂലം അങ്ങനെയൊക്കെ വരുന്നതാണ്. മാനസികമായിട്ടാണ് അധികം ഉണ്ടാവുന്നത്. ഭ്രാന്ത് എന്നൊരു തരം അസുഖമാണ് മാഡ്. ദെൻ SAD സാഡ്. സാഡ് വേണം എന്താ അറിയാമോ? SAD സാഡ് സങ്കടം, ദുഃഖം എന്നൊക്കെ. PAD പാഡ്. പാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരന്ന പ്രതലത്തിൽ ഇങ്ങനെ നമ്മൾ പറയുക ലെറ്റർ പേഡ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ലെറ്റർ പേഡ്. പേപ്പറുകൾ തുന്നി കെട്ടുന്ന അതിനാണ്, തുന്നി കെട്ടിട്ടുണ്ടാകുന്ന ഒരു സെറ്റിനെയാണ് നമ്മൾ പാഡ് എന്ന് പറയും. പിന്നെ ഇങ്ക് പേഡ് എന്ന് പറയും. നമ്മൾ സ്കൂളിൻ്റെ ഒക്കെ ആണെങ്കിൽ സീൽ വയ്ക്കാൻ വേണ്ടിയിട്ട് പാഡ് എന്നൊരു പരന്ന ഒരു പെട്ടിയുടെ അകത്ത് അങ്ങനെ മഷി ഒഴിച്ചിട്ട് അതിൽ നമ്മൾ സീലൊക്കെ മുക്കിയിട്ടാണ് വെക്കുക. ലെറ്റർ പേഡ്, ഇങ്ക് പേഡ് എന്നൊക്കെ പറയും. പരന്ന പ്രതലത്തിൽ തുന്നിക്കെട്ടിയിലൊരു പ്രതലത്തിൽ ഉണ്ടാകുന്ന പാഡ് എന്ന് പറയാം. അങ്ങനെ അബ്സോർബ് ചെയ്യാനകത്ത് വെള്ളം വലിച്ചെടുക്കുന്ന മഷി വലിച്ചെടുത്താണ് നമ്മൾ സീലൊക്കെ വെക്കുമ്പോൾ അതിനകത്ത് മഷി ഒഴിച്ചത് വെച്ചിട്ട് ബുക്കിലേക്ക് വെക്കുമ്പോൾ ആ സീല് നമ്മളുടെ ബുക്കിനകത്ത് പതിയും. അങ്ങനെയുള്ള ഓരോന്നിനും വെവ്വേറെ അർത്ഥങ്ങളൊക്കെ ഉണ്ട്, ഓരോന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ PAD പാഡ്. അപ്പോൾ AD A എന്ന ലെറ്ററിനോടൊപ്പം D ചേരുമ്പോൾ ആഡ് എന്നുള്ള പ്രൊനൗൺസിയേഷൻ ഉണ്ടാവുന്നു. അത് മറ്റ് ലെറ്ററിനോടൊപ്പം ചേരുമ്പോൾ D എന്നും M എന്നും S എന്നും P എന്നുള്ള മറ്റ് ലെറ്ററോടൊപ്പം ചേരുമ്പോൾ ഉണ്ടാവുന്ന പ്രൊനൗൺസിയേഷനാണ്. നമ്മൾ ഒരു കൂട്ടം റൈമിംഗ് വേർഡ്സാണ് നമ്മൾ പഠിച്ചതൊക്കെയാണ്. DAD ആണ്. DAD ഡാഡ്. MAD മാഡ്. SAD സാഡ്. PAD പാഡ്. ഇതൊരു കൂട്ടം പ്രൊനൗൺസിയേഷൻ. അപ്പോൾ എന്തൊക്കെ പഠിച്ചു നമ്മളിന്ന്? എന്തൊക്കെയാണ്? A എന്ന വവൽ ലെറ്ററാണ് തുടക്കത്തിലെ വവൽ ലെറ്റേഴ്സ് 5 നമ്പേഴ്സാണ്. AEIOU. ബാക്കിയുള്ള ലെറ്റേഴ്സിനെ കൺസോണൻ്റ് എന്ന് വിളിക്കുന്നു എന്നറിയാം. അപ്പോൾ വവൽ ലെറ്ററിലെ ഏറ്റവും ആദ്യത്തെ ലെറ്റർ ഏതാണ്? A എന്നാണ്. A എന്ന ലെറ്റർ ആദ്യം വരുന്ന 3 വേർഡ്സ് നമ്മൾ പഠിച്ചു. ഇപ്പോൾ ഇന്ന് പഠിച്ചു. ആദ്യം പഠിച്ചതാണെങ്കിലും ഓർത്തു. വിച്ച് ആർ ദേ? ആപ്പിൾ, ആൻഡ് ഏഞ്ചൽ. ആ ലെറ്റേഴ്സ്, ആ വേർഡ്സിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ വരുന്ന ലെറ്റർ ഏതാണ്? A എന്നാണ്. പിന്നീട് നമ്മൾ പഠിച്ചതൊക്കെ A എന്ന ലെറ്റർ സെൻറ്ററിൽ നടുവിൽ വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളല്ല മാറ്റങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആണ് നമ്മൾ പഠിച്ചത്. CAR കാർ പഠിച്ചു അല്ലേ? CAR കാർ പഠിച്ചു. കാർ. പിന്നെ ഏതാണ് പഠിച്ചത്? കാർ കഴിഞ്ഞിട്ട് ബാറ്റ് അല്ലേ? BAT ബാറ്റിലൊക്കെ സെൻറ്ററിൽ വരുന്നതുണ്ട്. പിന്നെ CAP ക്യാപ്പ്. പിന്നെ BAG ബാഗ് അല്ലേ? ഫസ്റ്റ് നമ്മൾ ആപ്പിൾ ആൻഡ് ഏഞ്ചൽ എല്ലാം ഫസ്റ്റ് ലെറ്ററായിട്ട് A വരുന്നതാണ് നമ്മൾ പഠിച്ചത്. പിന്നെ ലെറ്ററൊക്കെ സെൻറ്ററിൽ A വരുന്നത് നമ്മൾ പഠിച്ചു അല്ലേ? സെൻറ്ററിൽ A വരുന്നതൊക്കെ ലെറ്റർ പഠിച്ചു. കാർ, ബാറ്റ്, ക്യാപ്പ്, ബാഗ് ആ ലെറ്റർ പഠിച്ചു. പിന്നെ നമ്മളൊരു കൂട്ടം റൈമിംഗ് വേർഡ്സ് ആണ് പഠിച്ചത് അല്ലേ? A എന്ന ലെറ്ററിനോടൊപ്പം T ചേരുമ്പോൾ അറ്റ് എന്നുള്ള പ്രൊനൗൺസിയേഷൻ ഉണ്ടാകുന്നു. അങ്ങനത്തെ നമ്മൾ 4 വേർഡ് പഠിച്ചു അല്ലേ? A എന്ന ലെറ്ററിനോടൊപ്പം T ചേരുമ്പോൾ അറ്റ് എന്നുള്ള ഉച്ചാരണം ഉണ്ടാകുന്നു. നമ്മളിതൊക്കെ പഠിച്ചു. ക്യാറ്റ്, ബാറ്റ്, റാറ്റ്, മാറ്റ് അല്ലേ? അങ്ങനെ ഒരു കൂട്ടം റൈമിംഗ് വേർഡ്സ് പഠിച്ചു. പിന്നെ A എന്ന വവൽ ലെറ്ററിനോടൊപ്പം N ചേരുമ്പോൾ ഏൻ എന്ന പ്രൊനൗൺസിയേഷൻ ഉണ്ടാകുന്നു.
അങ്ങനത്തെ കുറച്ച് ലെറ്റർ അല്ലേ. ഏൻ എന്ന് വരുന്ന ഒരു 4 റൈമിംഗ് വേർഡ്സ് പഠിച്ചു. ചെറുതേ മേൻ, വേൻ, ക്യാൻ, റാൻ അല്ലേ, റൈമിംഗ് വേർഡ്സ് പഠിച്ചു. പിന്നെ എ എന്ന വവലത്തറുണ്ട്, അപ്പം പി ചേരുമ്പോൾ ആപ്പ് എന്ന ഉച്ചാരണം ഉണ്ടാകുന്നു, പ്രൊനൗൺസിയേഷൻ ഉണ്ടാകുന്നു. അങ്ങനത്തെ 4 വേർഡ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ക്യാപ്പ്, മാപ്പ്, ടാപ്പ്, ലാപ്പ്. അടുത്തായിട്ട് പഠിച്ചത് എ എന്ന വവലത്തോടാണ്. അപ്പം ഡി എന്ന ലെറ്റർ ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രൊനൗൺസിയേഷൻ എന്താണ്? ഏഡ് എന്നാണ്. ഏഡ് എന്ന് ഉള്ള പ്രൊനൗൺസിയേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ പഠിച്ച വാക്കുകളാണ് ഇതൊക്കെയാണ് വേർഡ്സ്: ഡാഡ്, മാഡ്, സാഡ്, പാഡ്. ഓക്കെ, ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലാവുന്നില്ലേ? വെരി ഗുഡ്. ഇതിപ്പോൾ നിങ്ങളുടെ ബുക്കിൽ പേജ് നമ്പർ 13 വവ്വൽ എ എന്ന ഹെഡിങ്ങോട് കൂടിയിട്ടാണ് ഈ വേർഡ്സ് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വേർഡായിട്ട് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വവ്വൽ ലെറ്റർ എ സെൻറ്ററിൽ വരുന്ന കുറച്ച് വാക്കുകൾ നിങ്ങൾ എഴുതണം എന്നാണ്. കുറച്ച് വാക്കുകൾ എഴുതി പഠിക്കാനായിട്ടാണ്. അതിനകത്ത് ഒന്നുള്ളത് ലേഡ് എന്നാണ്. ലേഡ്, LAD, ലേഡ്. SAD, സാഡ്. JAM, ജാം. YAM, യാം. RAG, റാഗ്. TAG, ടാഗ് എന്നീ കുറച്ച് വേർഡ്സ് നിങ്ങൾ എഴുതി പഠിക്കണം. എ എന്നുള്ള വവ്വൽ ലെറ്റർ സെൻറ്ററിൽ വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. അപ്പോൾ LAD, ലേഡ്. ലേഡിൽ എന്താണ്? AD, എ എന്ന വവ്വൽ ലെറ്റർ ഉണ്ട്. അപ്പോൾ ഡി ചേരുമ്പോൾ ലേഡ് അല്ലേ. പിന്നെ AD ചേരുമ്പോൾ ആഡ് എന്നുള്ളതിന് SAD, സാഡ്. പിന്നെ AM, എ എന്ന ലെറ്ററിനോട് കൂടി എം ചേരുമ്പോൾ AM എന്ന പ്രൊനൗൺസിയേഷൻ ഉണ്ടാകുന്നു. അതിന് ജാം, JAM, ജാം. പിന്നെ മറ്റൊരു ലെറ്ററാണ് YAM, യാം. പിന്നെ AG, എ എന്ന വവ്വൽ ലെറ്ററിനോടൊപ്പം ജി ചേരുമ്പോൾ ആഗ് എന്ന പ്രൊനൗൺസിയേഷൻ ഉണ്ടാകുന്നു. അത് RAG, റാഗ്. TAG, ടാഗ് എന്നാണ് പറയുന്നത്. സാഡ് നമ്മൾ പഠിച്ചല്ലോ അല്ലേ. LAD, ലേഡ്. SAD, സാഡ്. സാഡ് നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. സാഡ് എന്താണ്? SAD, സാഡ്, സങ്കടം. JAM, ജാം പറഞ്ഞാൽ എന്താണ്? ജാം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് കൊണ്ട് ഉണ്ടാക്കുന്നതാണല്ലേ. ബ്രെഡിൻ്റെ കൂടെ നമ്മൾ കഴിക്കാറില്ലേ അല്ലേ. ഇത് ടേസ്റ്റ് ആണല്ലേ, അതാണ് ജാം. പിന്നെ YAM, യാം. ചേന, കാച്ചിൽ എന്നൊക്കെ പറയുന്ന ഒരു പച്ചക്കറിയാണ്, അതിനെയാണ് യാം എന്ന് പറയുന്നത്. പിന്നെ RAG, റാഗ്. റാഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? പഴന്തുണി എന്നൊക്കെ അർത്ഥമുണ്ട്. റാഗ്, മുഷിഞ്ഞ എന്നൊക്കെ അർത്ഥം. TAG, ടാഗ്. ടാഗ് നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? സ്കൂളിൽ ടാഗും ഉണ്ടാവാറില്ലേ? അതെന്താണ്? ഒരു നൂലിൻ്റെ അറ്റത്ത് അല്ലേ, ചരടിൻ്റെ അറ്റത്ത് നമ്മളെക്കുറിച്ചുള്ള പിന്നെ ബയോഡാറ്റ അടങ്ങിയതില്ലേ, ടാഗ് ചെയ്യുക. ടാഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അങ്ങനെ ഉദ്ദേശിച്ചാൽ മതി. നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ടാഗ് തന്നെ വേറെ അർത്ഥങ്ങളും ഉണ്ട് അല്ലേ. ചരടിൻ്റെ അകത്ത് നമ്മുടെ പിന്നെ എന്താ പറയുക, ഒരു സൂചിയുടെ മേൽ കോർത്ത ഒരു വസ്തുവുള്ള ചരട് എന്നർത്ഥമുണ്ട് ടാഗ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ലേഡ്, LAD, ലേഡ്. SAD, സാഡ്. JAM, ജാം. YAM, യാം. RAG, റാഗ്. TAG, ടാഗ്. ഇത്രയും പദങ്ങൾ നിങ്ങൾക്ക് എഴുതി പഠിക്കാനുണ്ട് ബുക്കിനകത്ത്. പേജ് നമ്പർ ഈസ് 14. പേജ് നമ്പർ 14 എഴുതി പഠിക്കാനുണ്ട്. ഇത്രയും പദങ്ങളാണെന്ന് നമുക്ക് പഠിക്കാനുള്ളത്. എ എന്ന വവ്വൽ ലെറ്റർ ഫസ്റ്റിൽ വരുന്ന 3 വേർഡ്സും ഉണ്ട്. ബാക്കിയെല്ലാം എ എന്ന വവ്വൽ ലെറ്റർ സെൻറ്ററിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രൊനൗൺസിയേഷനിൽ വരുന്ന ഡിഫറൻസ്, വ്യത്യാസം. അത്രയാണ് നമുക്ക് ഈ ലെറ്റർ വവ്വൽ എ എന്ന ലെസണിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ബുക്ക് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വായിച്ച് നോക്കണം. ഈ വേർഡ്സൊക്കെ എഴുതി പഠിക്കണം. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത ലെസണിൽ ഉണ്ടാവുക അടുത്ത വവ്വൽ ലെറ്റർ പഠിക്കാനാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ വവ്വൽ ലെറ്റർ, നിങ്ങൾ വലിയ കുട്ടികളാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ലെറ്ററിനോടൊപ്പം ഓരോ ഭാഗത്ത് ചേരുമ്പോൾ ഉച്ചാരണത്തിന് വ്യത്യാസം വരുന്നതൊക്കെ, പ്രൊനൗൺസിയേഷൻ വ്യത്യാസം വരുന്നതൊക്കെ നിങ്ങൾക്ക് ഇനി മനസ്സിലാവും. ഇപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് പഠിച്ചു അല്ലേ. ഓരോന്നും AT ചേരുന്നു. AT, AN, AP, AD
എന്നൊക്കെ ചേരുമ്പോൾ ഇങ്ങനെ ഒരേപോലെ ഉച്ചാരണമുള്ള സെയിം പ്രൊനൗൺസിയേഷനുള്ള ഗ്രൂപ്പ് ഓഫ് വേർഡ്സിന് പറയുന്ന പേരാണ് റൈമിങ് വേർഡ്സ്. റൈമിങ് വേർഡ്സ് നിങ്ങൾക്ക് എഴുതാനുണ്ടാവും കേട്ടോ. റൈമിങ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരേപോലെ ഉച്ചാരണമുള്ള പ്രൊനൗൺസിയേഷനുള്ള വാക്കുകൾ നടത്തും. റൈമിങ് വേർഡ്സ് അതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ വവ്വൽ ലെറ്റർ എ പഠിച്ചു, എ ഫോർ എയിൽ തുടങ്ങുന്നത് പഠിച്ചു, ഇതിലെ സെൻറ്ററിലായിട്ട് എ വരുമ്പോഴുള്ളത് പഠിച്ചു. വ്യത്യാസം മനസ്സിലായല്ലേ അല്ലേ? മനസ്സിലായില്ലേ? ഐ ഹോപ്പ് യു ആർ എൻജോയ് ദിസ് ക്ലാസ്. ഓക്കെ, ആർ യു ലൈക്ക് ഇറ്റ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇനി ഒന്നുകൂടി ബുക്ക് തുറന്ന് ബുക്ക് എടുത്തിട്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കുമ്പോൾ ഒന്നുകൂടി നന്നാവും. ഓക്കെ, ഐ ഹോപ്പ് യു ആർ എൻജോയ് ദിസ് ക്ലാസ്, യു ലൈക്ക് ദിസ് ക്ലാസ്. Okay, we are winding up our class. In class is over. Thank you. Bye. See you next class.